ഇതാണ് പാലായിലെ മരിയ സദനം. ഇവിടെയുള്ളവരും മനുഷ്യരാണ്. ജീവിത നാൾവഴികളിലെങ്ങോ മനോനില തെറ്റിപ്പോയവർ, എല്ലാവരാലും ഉപേക്ഷിക്കപ്പെട്ടവർ, സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ടവർ. ഇങ്ങനെയുള്ളവർക്ക് കാവലാളാകാൻ ദൈവം നിയോഗിച്ച ഒരു വ്യക്തി, അതെ, അദ്ദേഹമാണ് ശ്രീ സന്തോഷ് മരിയ സദനം. വിശക്കുന്നവനുമായി ആഹാരം പങ്കുവെക്കുകയും ഭവനരഹിതനെ വീട്ടിൽ സ്വീകരിക്കുകയും നഗ്നനെ ഉടുപ്പിക്കുകയും സ്വന്തക്കാരിൽ നിന്ന് ഒഴിഞ്ഞു മാറാതിരിക്കുകയും ചെയ്യുക എന്ന ബൈബിളിലെ യേശയ്യാ പ്രവാചകന്റെ പുസ്തകം 58-ാം അധ്യായത്തിലെ തിരുവചനം ഹൃദയത്തിൽ ഏറ്റുവാങ്ങി ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്ന സ്നേഹത്തിന്റെ ആൾരൂപം. മറ്റുള്ളവർക്ക് അറപ്പും വെറുപ്പും തോന്നുന്ന കുറെ മനുഷ്യജന്മങ്ങളെ തന്റെ കുടുംബത്തിലെ അംഗങ്ങളായി സ്വീകരിച്ച് വേണ്ട ശ്രദ്ധയും പരിചരണവും നൽകി അവരെ ജീവിതത്തിന്റെ നാൾവഴികൾ താണ്ടാൻ കരുത്തു പകരുന്ന കരുണയുടെ കൂടാരമാണ് മരിയ സദനം. പാലാ രൂപതാ മെത്രാൻ അഭിവന്യ മാർ ജോസഫ് കല്ലറങ്ങാട്ട് പിതാവിന്റെ വാക്കുകളിൽ പറഞ്ഞാൽ, യാചകന്റെ കാൽ ചുംബിച്ചുകൊണ്ട് കുഷ്ഠരോഗിയിൽ മിശിഹായെ കണ്ട ഫ്രാൻസിസ് അസീസിയെ പോലെ പാവപ്പെട്ടവരിലും എല്ലാവരാലും ഉപേക്ഷിക്കപ്പെട്ടവരിലും മിശിഹായെ കണ്ടുകൊണ്ട് അവർക്ക് വേണ്ടി ജീവിതം പോലും മാറ്റിവെച്ചുകൊണ്ട് സമൂഹത്തിന് മുൻപിൽ ഒരു വെല്ലുവിളിയായി നിൽക്കുകയാണ് സന്തോഷും മരിയ സദനം. ജാതിമത വ്യത്യാസമില്ലാതെ സ്ത്രീകളും പുരുഷന്മാരും കുട്ടികളും ഉൾപ്പെടെ തെരുവിൽ അലഞ്ഞിരുന്ന ഒട്ടനവധി പേരെ കൈപിടിച്ച് ജീവിതത്തിലേക്ക് തിരികെ എത്തിച്ച് അവരെ പുനരധിവസിപ്പിച്ച് സാമൂഹ്യ ജീവിതത്തിന് പ്രാപ്തരാക്കുന്ന മരിയ സദനത്തിന്റെ കാരുണ്യ പ്രവർത്തനങ്ങളെ പറ്റി എത്ര പ്രശംസിച്ചാലും മതിയാവുകയില്ല. അതെ, ഈ ഭൂമിയിൽ ഒരു മനുഷ്യ വ്യക്തിക്ക് ചെയ്യാവുന്ന ഏറ്റവും സുന്ദരമായ കാര്യമാണ് ശ്രീ സന്തോഷും കുടുംബവും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ദൈവത്തിന്റെ കരം മരിയ സദനത്തിന് തണലേകുന്നു. പരസ്നേഹത്തിലൂന്നിയ ദൈവസ്നേഹം മരിയ സദനത്തിന്റെ മുഖമുദ്രയാണ്. 1998 ആരംഭിച്ച ഈ അഗതി മന്ദിരം ഇന്നും നിലനിന്നു പോകുന്നത് മനുഷ്യ സ്നേഹികളായ കാരുണ്യമതികളായ ഓരോ വ്യക്തികളിലൂടെയുമാണ്. പ്രിയപ്പെട്ടവരെ, നമുക്കും കൈകോർക്കാം ഈ നിരാലംബ ജന്മങ്ങൾക്കായി. കരുതലേകി കരുത്തു പകരാം ഈ സ്നേഹ സദനത്തിന്. കരുണയുടെ കരങ്ങൾ നീട്ടി ഈ പുണ്യകർമ്മത്തിൽ നമുക്കും പങ്കാളികളാകാം. ചേർത്ത് പിടിക്കാം ഈ കാരുണ്യ ഭവനത്തെ. മറക്കാതിരിക്കാം, അവരും നമ്മെ പോലെ മനുഷ്യരാണ്. കരുണയിൻ സാഗരമേ, ശോകക്കോടും വെയിലേറിടുമ്പോൾ മേഘത്തിൻ തണലരുളി എന്നെ സാന്ത്വനമായി നടത്താൻ. മേഘത്തിൻ തണലരുളി എന്നെ സാന്ത്വനമായി നടത്താൻ. രോഗങ്ങൾ പീഡകളും നിന്ദ പരിഹാസമേറിടുമ്പോൾ അമിതബലം അരുളി എന്നെ സാന്ത്വനമായി നടത്താൻ.
അമിതബലം അരുളി എന്നെ സാന്ത്വനമായി നടത്താൻ. കൃപയരുൾക കൃപയരുൾക അളവന്യെ പകർന്നിടുക ഈ ഭൂവിലൻ യാത്രയതിൽ ദൈവകൃപയരുൾക ഈ ഭൂവിലൻ യാത്രയതിൽ ദൈവകൃപയരുൾക. ഉറ്റവർ ബന്ധുക്കളും എല്ലാ സ്നേഹിതരും വെറുക്കിൽ സ്നേഹത്തിനാ